ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായ സഖാവ് AKജിയുടെ 49 വർഷം പൂർത്തിയാവുന്ന സന്ദർഭത്തിലുള്ള ദിനാചരണ പരിപാടി നടത്തി വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ മാവിലായി പെരളശ്ശേരി, അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് അതിനുശേഷം നമ്മളിവിടെ രാവിലെ പുഷ്പാർച്ചനയും പെരളശ്ശേരിയിൽ വൈകുന്നേരം വലിയ സമ്മേളനവും നടത്തുകയാണ്. വൈകുന്നേരത്തെ പൊതുസമ്മേളനം സഖാവ് പിണറായി വിജയൻ, ആരാധ്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്യും. ഇവിടെ അനുസ്മരണ സമ്മേളനം നടന്നു കഴിഞ്ഞു. ഇന്ന് രാവിലെ തന്നെ കേരളത്തിലെമ്പാടും എല്ലാ ബ്രാഞ്ച് തലത്തിൽ പാർട്ടി പതാക ഉയർത്തിയും പ്രഭാതവേരി നടത്തിയും ഓഫീസുകൾ അലങ്കരിച്ചും അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തിയും സഖാവ് AKG ദിനാചരണം നല്ല രീതിയിൽ നടത്തി വരികയാണ്. സഖാവ് AKG നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 49 വർഷമായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ആവേശം നൽകുന്ന ഒന്നാണ്. എല്ലാ തെറ്റായ നിലപാടുകൾക്കെതിരായും ഭരണവർഗ സമീപനത്തിനെതിരായും പോരാടുന്ന ജനതയുടെ ഊർജ സ്രോതസ്സായിട്ടാണ് സഖാവ് AKജിയെ ഞങ്ങളെല്ലാം കാണുന്നത്. ഇന്നത്തെ പരിതസ്ഥിതി എന്ന് പറയുന്നത് കേരളത്തിലെ 140 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നാളത്തോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം നോമിനേഷൻ കൊടുത്തു തീർക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അധ്യായം രചിക്കാൻ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2ാം ടേമാണ് നമ്മൾ അധികാരത്തിലേക്ക് വന്നത്. അതൊരു പുതിയ ചരിത്രമായിരുന്നു. ഇപ്പോഴും 3ാം ടേമിലേക്കുള്ള യാത്രയാണ്. സഖാവ് AKജിയുടെ സ്മരണ ഇരമ്പുന്ന ഈ കേരളത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനാവും, 3ാം ടേമിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനം നീങ്ങാൻ പോവുകയാണ്. ആ ഒരു ജനവിധിയാണ് ജനങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് എഴുതാൻ പോകുന്നത് എന്ന് ഇപ്പോഴെല്ലാവരും സമ്മതിച്ചിരിക്കുകയാണ്. UDFിലെ പടലപണക്കവും കുഴപ്പവും ഇപ്പോഴും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും പറയാനില്ല. എല്ലാ വികസന പ്രവർത്തനത്തെയും പൂർണ്ണമായിട്ട് തള്ളിപ്പറഞ്ഞവരാണവർ. ഒരു വികസനത്തെയും ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് പരസ്യ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ UDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ. അവർക്ക് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഏറ്റവും ശക്തമത്തായ തിരിച്ചടി, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒരു പങ്കും വഹിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലം ഒരു പ്രവർത്തനത്തിലും അവർക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിച്ചിട്ടില്ല. വിമർശനാത്മകമായ രീതിയിൽ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു എന്നല്ല, ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് ഞങ്ങളെല്ലാ വികസന പ്രവർത്തനത്തിനും എതിരാണ് എന്ന പ്രചാരവേദിയാണ് അവർ നടത്തിയത്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ UDFും BJPയും അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അതായിരിക്കും തിരിച്ചടി, ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി അതായിരിക്കും. കാരണം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല. ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിലും പങ്കാളിയാവുകയും ചെയ്യില്ല. കേന്ദ്ര ഗവൺമെൻറ് നമുക്കെതിരായിട്ട് നടത്തുന്ന അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമത്തെ, പ്രതിരോധത്തെ ചെറുക്കുന്നതിന് UDF ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ ഭാഗമായി അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നമായിരിക്കും കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്നാണ്. അത് പറയല്ല ചെയ്യുന്നത്, അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. അതാ കാര്യം. ജനങ്ങൾ കൃത്യമായിട്ടും, ഞാൻ പറഞ്ഞത് കേട്ടത് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയില്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു തീർത്തതിന് ശേഷം വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തി കോടിക്കണക്കിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട്
അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിച്ചതിന് വേണ്ടിയുള്ള നേതൃത്വപരമായ പങ്കുവഹിച്ച് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുക്കി കൊടുത്ത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് 10ാമത്തെ കൊല്ലം ഈ കേരളത്തിലുള്ളത്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ഏറ്റവും കരുത്തുറ്റ ആയുധം. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പറയാൻ പോകുന്ന രണ്ട് കാര്യവും, ഒന്ന്, UDF ഉൾപ്പെടെയുള്ള ശക്തികൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോവുകയാണ്. 2, എല്ലാ വികസന പ്രവർത്തനത്തിനും എതിരായിട്ട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇത് രണ്ടിനെയും, ഈ രണ്ട് നിലപാടിനെയും ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നു. അത് കൃത്യമായിട്ട് ശരിയായ നിലപാടിലൂടെ അവർ കൈകാര്യം ചെയ്യുന്നു. അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 3ാം ടേമിലേക്ക് കടക്കാനുള്ള സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നോമിനേഷൻ ഏതാണ്ട് കൊടുത്തു തീർക്കുന്ന നാളത്തോടുകൂടി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 110 സീറ്റാണ് ഉന്നം വെക്കുന്നത്. അതിനെ കൂടി ആ സാഹചര്യം കൂടിയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ സീറ്റ് വർദ്ധിപ്പിച്ചില്ല. കണ്ണൂരും അങ്ങനെയാണ്, ഒരു സംശയവും വേണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും പറയാൻ തമ്മിലടിയാണ്. ഇവിടെ കേരളത്തിലല്ലേ? അത് ഞങ്ങൾക്ക് 5.5 ലക്ഷം, അത് ഞാൻ പറഞ്ഞു, 5.5 ലക്ഷം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു 2.5 ലക്ഷം അനുഭാവി ഗ്രൂപ്പുണ്ട്. അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതിൻ്റെ അകത്ത് 4-5 ആൾ തെറ്റായ പ്രവണതയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം പുറത്താക്കപ്പെടുകയും ചെയ്താൽ ആ പുറത്താക്കപ്പെട്ടവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് എന്നാണോ നിങ്ങളുടെ ധാരണ? അല്ലാതായ മതി, സത്യത്തിലാ പറഞ്ഞു. തമ്മിലടി ഒരു തമ്മിലടിയും ഇല്ല. എല്ലാവരും പോയി. കോൺഗ്രസിൽ ഇനി ആരെങ്കിലും പോകാൻ ബാക്കിയില്ല. മിക്കവാറും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥി വ്യവസായിയാണ്. അത് CPM BJP ഡീലെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും, ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും അത് തള്ളിക്കളി അസംബന്ധമാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന് പിന്നെ വേറെന്താ പറയണ്ടേ? ലീഗിലേക്ക് തിരിച്ചു പോകുമ്പോൾ പറയുന്നത് ഇടതുപക്ഷത്തിലെ സഹയാത്രികരെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല എന്നാണ്. ലീഗിലേക്ക് തിരിച്ചു പോകുകയാണെന്നുള്ളത് അയാൾ അവർ തന്നെ വന്നേണല്ലോ. പറയുന്നത് അങ്ങനെ സഹയാത്രികരെ ചേർത്ത് നിർത്തുന്നില്ല എന്ന്. അല്ല, ഞങ്ങൾ സഹയാത്രികരെല്ലാം ചേർത്ത് നിർത്തുന്ന എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. കാരാട്ടിൻ്റെ മാത്രം അനുഭവമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുകയുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയും, ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഒരു ഗത്യന്തരമില്ലാതെ വന്നാൽ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കും. അതാണ് ഇവിടെ PK ശശിയുടെ സ്ഥിതി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂരിൽ മത്സരിക്കുന്ന 2 ആളുടെയും സ്ഥിതി, അതുപോലെ തന്നെ G. സുധാകരൻ്റെ സ്ഥിതി. ഇതെല്ലാം ഞങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് കുഴപ്പത്തിൻ്റെ ഭാഗമായിട്ടല്ല, അവരെടുത്ത നിലപാടിൻ്റെ മേലെ തിരുത്തൽ പ്രക്രിയയിൽ അവർക്ക് പാർട്ടിയോടൊപ്പം നിൽക്കാൻ സാധിക്കാതെ കൊണ്ട് പുറത്താക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതിനെ കൂട്ടിക്കൊടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം സംശയമുണ്ട്. 10 വർഷം അധികാരത്തിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പാർലമെന്ററി വ്യാമോഹം പാർട്ടിക്കകത്ത് കൂടുതൽ വരുന്നതിന്റെ കാരണം എന്നാണ്. നിങ്ങൾക്ക് ഈ ചരിത്രം മനസ്സിലാവാതെ കൊണ്ടാണ്. നിങ്ങളെല്ലാം പത്രപ്രവർത്തകരല്ലേ, നന്നായിട്ട് പാർട്ടിയുടെ തന്നെ ചരിത്രം കൂടി വായിക്കി പഠിക്കണം. നിങ്ങൾക്കറിയോ, തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ആരാ കേരളത്തിൽ? തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കുമരം സമ്മാനിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കേരളത്തിലുണ്ട്. ആരായിരുന്നു? അതാ പറഞ്ഞത്. അതാണ് പറഞ്ഞ് ചരിത്രം വായിക്കുകയും പഠിക്കുകയും വേണമെന്ന്. ആരാ? കണ്ണൂരിലെ പത്രക്കാർക്ക് അറിയില്ല, അതിന് വ്യക്തമായില്ലേ? എന്നാൽ അത് KPR ഗോപാലനാണ്. മനസ്സിലായോ? 1940 സെപ്റ്റംബർ 15 ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുമ്പന്തിൽ നിന്ന് ആ പട നയിച്ച KPR ഗോപാലിനെ തൂക്കാൻ വിധിച്ചിരുന്നു. ഗാന്ധി ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അവസാനം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ആ KPR ഗോപാലൻ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് തെറ്റിപ്പോയിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. അതുണ്ടല്ലേ, അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പോയിട്ടുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് മാത്രമൊന്നുമല്ല, തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമൊന്നുമല്ല ഇതെല്ലാം പോകുന്നതും വരുന്നതൊക്കെ. തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും പോകുന്നുണ്ട്, അല്ലാതെയും പോകുന്നുണ്ട്. അപ്പോൾ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ ചേർത്ത് നിർത്തില്ല.
അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, ആവുന്നില്ലെങ്കിൽ പുറത്താക്കും. അത്രയേ ഉള്ളൂ പാർട്ടി. അതിനുശേഷം എം.വി. കാര്യം നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു, അതുപോലെ തന്നെ ഗൗരിയമ്മയുടെ കാര്യം പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ടൊരു സംഭവം നടന്നിരിക്കുകയാണ് എന്ന രീതിയിലാണ് നിങ്ങൾ ഈ മാധ്യമങ്ങൾ പോകാൻ തയ്യാറെടുത്ത ഒരുപാട് പേർ കണ്ണൂരിലെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അവരിപ്പോൾ ഇപ്പോൾ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ സാർ. ഉണ്ടല്ലോ. അതിൻ്റെ സംശയമുള്ളൂ. അതിൻ്റെ അങ്ങനെയുള്ള ചരിത്രം കൂടി കണ്ണൂരിലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇവരോടൊപ്പം പോകാൻ ശ്രമിക്കുന്ന ആളുകളില്ലല്ലോ പാർട്ടിയിൽ. അവരെല്ലാം പാർട്ടിക്കകത്ത് തന്നെ ഉറച്ചു നിൽക്കുകയല്ലേ.